ഹായ് മക്കളെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിൻ്റെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന പാഠത്തിലെ വളരെ എളുപ്പമുള്ളതും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു 2 ചോദ്യമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹെഡിങ് ഇവിടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏരിയ ഓഫ് പാരലലോഗ്രാം, ഒരു സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. ഇക്വേഷൻ അറിയാവോ? ആദ്യം ഇക്വേഷൻ അറിയണം. ഏരിയ ഓഫ് ദി പാരലലോഗ്രാം. എന്താണ് പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ. മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? പരപ്പളവ് എന്ന് പറയാം. എന്ത് പറയാം? പരപ്പളവ്, വിച്ച് ഈസ് ഈക്വൽ ടു ബി എച്ച്. എന്താണ്? ബി എച്ച്. ബി ഇൻറ്റു എച്ച്. ദെൻ എന്താണ് ബി, എന്താണ് എച്ച്? നിങ്ങൾക്കറിയാം അല്ലേ? ബി എന്താണ്? ദാറ്റ് ഈസ് എ ബേസ്. ആൻഡ് എച്ച് എന്താണ്? ദാറ്റ് ഈസ് എ ഹൈറ്റ്, അല്ലെങ്കിൽ ഉയരം. ഉയരം ബേസിന് നമുക്ക് മലയാളത്തിൽ എന്ത് പറയാം? പാദം എന്ന് പറയാം. ഓക്കെ, പാദവും ഉയരവും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓർക്കണേ, ഒരു പാരലലോഗ്രാമിൻ്റെ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട 2 പേരാണ്. ആരൊക്കെയാണ്? ഒന്ന് ബേസ്, ഒന്നെന്താണ്? ഹൈറ്റ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is a question. In each of the following parallelograms, find the distance between the top and the bottom side. Calculate the area of the parallelogram. Listen here. അപ്പോൾ ഇവിടെ ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്, ഒരെണ്ണം കൂടി തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്ക്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണ്, നിങ്ങളും അങ്ങനെ തന്നെ പേര് കൊടുക്കുക കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ചിത്രം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പേരൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ ഒരു പേരങ്ങ് കൊടുത്തേക്കുക. എന്തിനാണ് പേര് കൊടുക്കുന്നതെന്ന് അറിയോ? നമുക്ക് എഴുതുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവും, അതിന് വേണ്ടിയാണ് കേട്ടോ. നിർബന്ധമൊന്നുമല്ല, എന്നാലും കൊടുക്കുക. ഇനി എന്ത് വേണം? നമുക്ക് പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ബേസ് വേണം, ഹൈറ്റ് വേണം. ബേസ് ഇവിടെ ഉണ്ടല്ലോ, എത്രയാ? 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് അറിയാവോ? ഹൈറ്റ് അറിയില്ല. ഹൈറ്റാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നോക്ക്, ഞാൻ ഇവിടുന്ന് ഡോട്ടർ ലൈൻ ഇട്ട് വരയ്ക്കുന്നതാണ് ഹൈറ്റ്. ഞാനിതിന് ഇ എന്ന് പേര് കൊടുത്തു. നോക്ക്, നമ്മുടെ ചോദ്യത്തിൽ തന്നെ ആദ്യത്തെ സബ് ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. ഈ ഹൈറ്റാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. മുകളിലത്തെ സൈഡും അതേ വശവും താഴത്തെ വശവും തമ്മിലുള്ള അകലം എത്രയാണ്? ചിലപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ലംബ ദൂരം എത്രയാണ് എന്ന് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി അതെന്താണ്? ഹൈറ്റാണ്. എങ്ങനെയാണ് ഹൈറ്റ് വരയ്ക്കുക? ഇതാ ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, ഡി ഇ എന്ന് പറയുന്നതാണ് ഹൈറ്റ്. ഇവിടെ നോക്കിക്കേ, ഇത് 90 ഡിഗ്രി ആയിരിക്കും. കാരണം നമ്മൾ വരച്ച എന്താണ്? ഒരു കുത്തനെയുള്ള വരയാണ്, പെർപെൻഡിക്കുലർ ആണ്. ആണോ? ഹൈറ്റ് നമ്മൾ ചിരിച്ച് നോക്കിയിട്ടാണ് നോക്കുക, അല്ലല്ലോ. ഹൈറ്റ് കുത്തനെയുള്ളതാണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കുത്തനെയുള്ള വരെയാണ് വരച്ചത്, അതുകൊണ്ട് അത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഞാൻ വേണം ഈ ഒന്ന് വെട്ടി ഇവിടെ എഴുതാം കേട്ടോ. ദിസ് ഇ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു ട്രയാങ്കിൾ കിട്ടി അല്ലേ. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൽ സാറൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. നിങ്ങൾ മാറ്റി വരയ്ക്കുകയൊന്നും വേണ്ട. ഏതാ ട്രയാങ്കിളിൻ്റെ പേര്? എ ഡി ഇ. ഇതിൽ ഈ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. 45 ഡിഗ്രിയാണ്. ഒരു വശം എത്രയാണ്? 2 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടണം? ഡി ഇ കിട്ടണം അല്ലേ. ഡി ഇ എന്ന് പറയുന്നത് അതിൻ്റെ ഉയരമാണ്, ഹൈറ്റാണ്. അപ്പോൾ നമുക്ക് അത് കിട്ടണം. ഇല്ലെങ്കിൽ 2 വശങ്ങൾ തമ്മിലുള്ള എന്താണ്? ദൂരമാണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണത്. അപ്പോൾ ഡി ഇ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്ക്, ഇത് 45 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഓഫ് കോഴ്സ് മുകളിലെ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. 45, 90. നമുക്ക് നല്ല പരിചയമുള്ള ആളല്ലേ. എന്താ 45, 90 ആണെങ്കിൽ അതിൻ്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായിരിക്കും? 1:1:√2. എന്തായിരിക്കും റേഷ്യോ? 1:1:√2. 45 ഓപ്പോസിറ്റ് 1 ആവര് അല്ലേ. 1:1:√2. അപ്പോൾ ഇനി എന്ത് ചെയ്യും? നമുക്ക് ഡി ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. തന്നിരിക്കുന്ന ഒരു വശം നോക്കുക. നമുക്കൊരു വശം തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡി ഇ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡി ഇ ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്ന വശം എത്രയാണ്? 2.
ഡിവൈഡഡ് ബൈ അതിൻ്റെ റേഷ്യോ. ഞാനിത് ഈ റോസ് കളർ പിങ്ക് കളറിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, അതിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് റേഷ്യോ എന്ന് എഴുതി പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. നോക്കിയേ, 2 അതിൻ്റെ റേഷ്യോ √2. ഓക്കെ, ഡിവൈഡഡ് ബൈ √2. തന്നിരിക്കുന്ന വശം ഡിവൈഡഡ് ബൈ അതിൻ്റെ റേഷ്യോ. ഇനി ഗുണിക്കണം. ഏത് വശമാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ റേഷ്യോ. ഏത് വശമാണ്? നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടുത്തെ റേഷ്യോ എത്രയാണ്? 1 ആണ്. ഇൻറ്റു 1. വെരി സിമ്പിൾ. വേണമെങ്കിൽ ഇക്വേഷനായിട്ട് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോട്ടോ, പരീക്ഷയ്ക്കൊന്നും എഴുതി വെക്കേണ്ട. എന്താ ഇക്വേഷൻ? തന്നിരിക്കുന്ന വശം, ഓക്കെ, ഗിവൺ സൈഡ് ഡിവൈഡ് ബൈ അതിൻ്റെ റേഷ്യോ, തന്നിരിക്കുന്ന വശത്തിൻ്റെ അംശബന്ധം, ഓക്കെ, തന്നിരിക്കുന്ന വശത്തിൻ്റെ റേഷ്യോ ഇൻറ്റു കണ്ടുപിടിക്കേണ്ട വശത്തിൻ്റെ റേഷ്യോ. ഇക്വേഷനൊക്കെ ആയിട്ട് പറഞ്ഞാൽ നല്ല നീളമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. വളരെ എളുപ്പമാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ റിലേറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടോ, 2 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു കണ്ടുപിടിക്കേണ്ട വശത്തിൻ്റെ റേഷ്യോ 1. വെരി സിമ്പിൾ. 2 × 1 2 ബൈ √2. ഒരു കുഞ്ഞു കാര്യം ചെയ്യണം. ഈ √2 ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇനി √3 വന്നാലും ഇത് തന്നെ ചെയ്യണം. എന്ത് ചെയ്യണം? അതേ നമ്പർ കൊണ്ട് മുകളിലും താഴെ എന്ത് ചെയ്യുക? സിമ്പിളായിട്ടൊന്ന് ഗുണിച്ചേക്കുക. പാഷ്വാലിറ്റി കാണിക്കരുത്. താഴെ ഗുണിച്ചു കഴിഞ്ഞാൽ എവിടെയും ഗുണിക്കണം, മുകളിലും ഗുണിക്കണം. ഗോട്ട് ഇറ്റ്? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 × √2 2 √2 √2 √2 2 ആണ് കേട്ടോ. അപ്പോൾ √3 × √3യോ 3 ആണ്. മനസ്സിലായോ? ഓക്കെ, √2 × √2 2 ആണ്. ഇനി നോക്ക്, നമുക്ക് ഇതിൻ്റെ മേളിലും താഴെയും ഒരേപോലത്തെ നമ്പറുകൾ വരാനാണ് സാധ്യത കൂടുതൽ. ഇല്ലെങ്കിൽ വെട്ടി ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളായിരിക്കും. ഹരിക്കാൻ പറ്റുമോ? താഴെ നമുക്ക് 2 ഉണ്ട് അല്ലേ? ഈ 2നെ വെട്ടാം, മേളത്തെ ഈ 2നെ വെട്ടിക്കളയാം. സോ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? √2 മാത്രം ബാക്കിയില്ലേ? നമുക്ക് എന്ത് കിട്ടി? √2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് വിച്ച് ഈസ് ഈക്വൽ ടു √2 സെൻറ്റിമീറ്റർ. പരീക്ഷയൊക്കെ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സബ് ക്വസ്റ്റ്യൻ നമ്പറും കൂടി ഇട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. √2 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്, BH. അങ്ങനെയെങ്കിൽ ഇവിടെ ബേസ് എത്രയാ? ബേസ് എത്രയാ? 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടല്ലേ, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 ഇൻറ്റു ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ? ഹൈറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? √2 ആണ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? അങ്ങനെയെങ്കിൽ 4 ഇൻറ്റു √2 എത്രയാണ്? 4 ഇൻറ്റു √2. സിമ്പിളായിട്ട് എഴുതിയാൽ മതി. 4 √2. ഏരിയ എഴുതുമ്പോൾ സ്ക്വയർ യൂണിറ്റിൽ എഴുതണം. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 4 √2 സെൻറ്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ അല്ലേ? ഓക്കെ, ഒറ്റൊരു ചോദ്യം കൂടി നോക്കിയാലോ? അനദർ ക്വസ്റ്റ്യൻ. ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് എന്തായാലും വരും കേട്ടോ. ഇവിടെയും നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. സെയിം സബ് ക്വസ്റ്റ്യൻ കേട്ടോ. സബ് ക്വസ്റ്റ്യൻ അതേ ഇത് തന്നെയാണ്. നമുക്ക് ഹൈറ്റ് അല്ലെങ്കിൽ മുകളിലത്തെ വശവും താഴത്തെ വശവും തമ്മിലുള്ള എന്താണ് അകലം കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, പരപ്പളവ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. നമുക്ക് പേരില്ല, പേര് കൊടുത്തേക്കാം. PQRS എന്ന് പേര് കൊടുത്തു. നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് പേര് കൊടുക്കാം. ഇനി നമുക്കറിയേണ്ടത് ഹൈറ്റ് ആണ്. കാരണം ഇവിടെ ബേസ് 4 തന്നിട്ടുണ്ട്. ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാ ഞാൻ ഡോട്ടർ ലൈനായിട്ട് ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെത്രയാണ്? 90 ഡിഗ്രി. ഞാൻ PQRST എന്ന് കൊടുത്തു. ഓക്കെ, നിങ്ങളുടെ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി ആ ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുകയാണ്. ഏത് ട്രയാങ്കിൾ? PST. നമ്മളിപ്പോൾ വരച്ച ഈ 90 ഡിഗ്രി. ദെൻ ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇതെത്രയാണ്? 60 ഡിഗ്രിയാണ് ഇത് കേട്ടോ. ഇതെത്രയാണ്? 60 ഡിഗ്രിയാണ്. നോക്ക്, 60, ഇത് 90, 60 90. അടുത്ത എത്രയായിരിക്കും? തീർച്ചയായിട്ടും അത് എത്രയാണ്? 30 ഡിഗ്രിയാണ് അല്ലേ? 30 60 90. ഈ ത്രികോണങ്ങളുടെ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ 1:√3:2 അല്ലേ? 30ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 1 60ക്ക് ഓപ്പോസിറ്റ് √3 √3:90ക്ക് ഓപ്പോസിറ്റ് 2 1:√3:2. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ST കണ്ടുപിടിക്കണം. നോക്ക് മക്കളെ, ഇത് 1 ആണെങ്കിൽ ഇത് √2 ആണെങ്കിൽ അത് 2 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന അളവൊന്ന് നോക്കിയേ. തന്നിരിക്കുന്ന അളവ് 2 സെൻറ്റിമീറ്റർ ആണ്. അവിടെയുള്ള റേഷ്യോ എത്രയാണ്? അതും 2 തന്നെയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇനി ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. STൻ്റെ നീളം എത്രയായിരിക്കും? ഇത് 2 ആണെങ്കിൽ ഇത് √3 ആയിരിക്കും, ഇത് 1 ആയിരിക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഇനി പ്രത്യേകിച്ച് കണക്ക് ചെയ്യാനുണ്ടോ? അവിടെ 2 തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? √3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ.
ഓക്കെ, ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചതല്ലേ, ഇനി അത് മാറ്റണ്ട. തന്നിരിക്കുന്ന വശം ഡിവൈഡ് ബൈ പച്ച നിർത്തി എഴുതിയിരിക്കുന്ന റേഷ്യോ ആണ്, തന്നിരിക്കുന്ന വശത്തിൻ്റെ റേഷ്യോ ഇൻറ്റു കണ്ടുപിടിക്കേണ്ട വശത്തിൻ്റെ റേഷ്യോ. കണ്ടുപിടിക്കേണ്ട വശത്തിൻ്റെ റേഷ്യോ എത്രയാണ്? സോറി തന്നിരിക്കുന്ന വശം ഡിവൈഡ് ബൈ തന്നിരിക്കുന്ന വശത്തിൻ്റെ റേഷ്യോ എത്രയാണ്? 2 ആണ്, പച്ചാർത്തി എഴുതിയിരിക്കുന്നത്. ദെൻ കണ്ടുപിടിക്കേണ്ട വശത്തിൻ്റെ റേഷ്യോ √3. നോക്കിയാൽ ഈ 2 2 വെട്ടിപ്പോവും, പിന്നെ ബാക്കി എത്രയേ ഉണ്ടാവുള്ളൂ? √3 ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു കാര്യം പഠിച്ചിട്ട് പിന്നീട് വേറെ ഒന്ന് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചോളൂ. എന്താണ് അത്? കുറച്ചും കൂടി കൺവിൻസിങ് ആണ്, കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ മറ്റേതാണ് കുറച്ചും കൂടി എളുപ്പട്ടോ. അപ്പോൾ √3 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. എന്താണ് ഇക്വേഷൻ? പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാ? 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണെന്ന് കിട്ടിയത്? √3 എന്ന് കിട്ടിയില്ലേ? സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. സംഭവം സിമ്പിൾ അല്ലേ? 3 മാർക്കിന് സാധാരണ ചോദിക്കാറുള്ള ഒരു എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചെയ്ത് പഠിക്കുക. ഓക്കെ, മറ്റു ചോദ്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.